ദേശീയ തലത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു മണ്ഡലമായി വയനാട് മാറിയിട്ടുണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് ഘടകകക്ഷികളുടെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലമായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും പ്രാദേശികമായ പ്രശ്നങ്ങൾ അതൊരു പക്ഷേ മണ്ഡലത്തിലെ ജനവിധിയെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ഇപ്പോൾ വന്യമൃഗങ്ങൾ ജനവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ച് പതിവായിട്ട് മാറിയിട്ടുണ്ട്. അവയുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതും അത്ര അപൂർവമല്ലാത്തൊരു സംഗതിയായിട്ട് വയനാടിനെ സംബന്ധിച്ച് മാറിയിട്ട് ആ കാലത്തൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് ഏറ്റവും അധികം ബാധിച്ച സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അവിടെ ആക്രമണം ഉണ്ടായി ആൾ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് വനം മന്ത്രി എത്തിയില്ല എന്നുള്ളതൊരു വലിയ വിമർശന വിധേയമായ വിഷയമാണ്. പക്ഷേ MP എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തം നിറവേറ്റിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിൽ രാഹുലിൻ്റെ വോട്ടിനെ ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഒരു ഒന്നാം പ്രതി എന്ന മട്ടിൽ നിൽക്കുന്നത് ഇപ്പോൾ കേരള സർക്കാർ തന്നെയാണ്. ഈ ഒരു ചൂട് കൂടി ഈ അടുത്ത സമയത്താണ് കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. അത് വലിയ തോതിലുള്ള ജനരോഷത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അത് അത്തരം സംഭവങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ആശുപത്രികളിൽ നിന്ന് മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടുപോയി പോലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെന്ന പരാതികളൊക്കെ വരുന്നുണ്ട്. അത് സ്വാഭാവികമായും എല്ലാ കാലത്തും ആര് ഭരിച്ചാലും അവർക്കെതിരെയുള്ള പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇക്കൂട്ടത്തിൽ രണ്ടുപേരും പരസ്പരം പഴിചാരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആനി രാജ തന്നെ ഈ കാര്യത്തിൽ വളരെ കർക്കശമായ സ്വരത്തിൽ രാഹുൽ ഗാന്ധിയെ എതിർത്ത് സംസാരിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പോലും രാഹുൽ എന്ത് ചെയ്തു എന്നായിരുന്നു അവരുടെ ചോദ്യം. ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് സംബന്ധിച്ച നിയമത്തിൽ ഭേദഗതി വരുത്തും, അതിന് വന്യമൃഗങ്ങളെ അകറ്റി നിർത്താനുള്ള നിയമ ഭേദഗതി, അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. സ്വാഭാവികമായും നമുക്കറിയാം, വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കാടിനോട് അടുത്ത പ്രദേശങ്ങളാണ്. സഖ്യപർവ്വത നിരകളുമായി അടുത്ത ബന്ധം ഉള്ള പ്രദേശങ്ങളാണ്. അവിടെ എല്ലായിടത്തും 7 സ്ഥലങ്ങളിലും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ആ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഉള്ള ഒരു പ്രദേശം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയം ഇത് തന്നെയാണ്. അവിടെയും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തിയില്ല എന്ന ചോദ്യം ഉയരുകയും 23 തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി ജയിച്ചതിന് ശേഷം മണ്ഡലത്തിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇടതുമുന്നണി ഈ വിഷയവുമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ഒന്നാം പ്രതി വനംവകുപ്പാണ്, സംസ്ഥാന സർക്കാരാണ്. സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നതാണ് അവർ തിരിച്ചുള്ള പ്രതികരണം അതിനായിട്ട് വരുന്നത്. വനംവകുപ്പ് മന്ത്രി വരുന്നതിന് മുമ്പ് പോലും രാഹുൽ ഇതിൽ കൊല്ലപ്പെട്ട ഒരാളുടെ വീട്ടിലെത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ അതിൻ്റെ മറുപടിയായി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒന്നാം പ്രതി സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ രാഹുലിന് വോട്ട് കുറയ്ക്കുന്ന ഒരു തരത്തിലേക്ക് മാറും എന്ന് തോന്നുന്നില്ല. മറിച്ച് വേറൊരു കാര്യം കൂടി, രാഹുലിനെ ഇവിടുത്തെ നമ്മളെ ഏതെങ്കിലും മണ്ഡലത്തിൽ MP എന്ത് ചെയ്തു, കുടിവെള്ള പ്രശ്നത്തിൽ എന്ത് ചെയ്തു എന്ന തരത്തിലൊന്നും ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് അതിൻ്റേതായ ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. ആ ദൗത്യം കൃത്യമായ തരത്തിൽ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് എന്ന ഒരു പൊതുബോധ്യം ജനങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു സമീപ മണ്ഡലത്തിലെ MP പോലെ പ്രാദേശികമായ വിഷയങ്ങൾക്ക് പിന്നാലെ നടക്കും എന്ന രീതിയിലേക്കുള്ളൊരു പ്രതീക്ഷ ഇവിടുത്തെ വോട്ടർമാരിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്നില്ല. അവർ വോട്ട് ചെയ്യുന്നത് ഫാസിസത്തിനെതിരെയുള്ള വോട്ടാണ്. മോദിയെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും ശക്തനായ നേതാവിന് കൊടുക്കുന്ന വോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയെ ഒരു ദേശീയ നേതാവായി കണ്ട് വോട്ട് ചെയ്യുന്ന ജനത ഇതൊരു പ്രശ്നമായിട്ട് ഇടതുപക്ഷം ആ മണ്ഡലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസും CPIയും CPMും ഒക്കെ. ആ സഖ്യത്തിൽ ഒരു കക്ഷിക്കെതിരെയാണോ അതോ BJPക്കെതിരെയാണോ രാഹുൽ മത്സരിക്കേണ്ടത് എന്നൊരു ചോദ്യം ഇടതുമുന്നണി പ്രധാനമായി ഉയർത്തുന്നുണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് എന്ത് മറുപടിയാണ് കോൺഗ്രസിന് കൊടുക്കാനുണ്ടാവുക? രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംബന്ധിച്ച പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു? രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJPയോടല്ലേ? BJPക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു സാന്നിധ്യം പോലും അല്ലാത്ത ഈ പ്രദേശത്ത് എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്നതാണ് ഇടതുമുന്നണിയുടെ ചോദ്യം. ഇന്ത്യ എന്ന മുന്നണിയുടെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്തിന് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നു എന്ന ചോദ്യമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടുണ്ടോ എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രണ്ടു കൂട്ടർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാം, ജനങ്ങൾക്കും അറിയാം. രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സേഫായ ഒരു മണ്ഡലം ഇന്ത്യ രാജ്യത്ത് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കർണാടക പോലെയുള്ള സ്ഥലത്തൊന്നും പോയിട്ട് രാഹുൽ ഗാന്ധി, അവിടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ നോമിനേഷൻ കൊടുത്ത്
വെറുതെ പോയാൽ പോലും വിജയിപ്പിക്കുന്ന ഒരു ജനതയുള്ള മണ്ഡലം വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽ പവർ കൊണ്ടോ മണി പവർ കൊണ്ടോ വിലക്കെടുക്കാനാവാത്ത ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വോട്ടർമാർ ഇതേപോലെ ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം തന്നെ ഈ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ ഒറ്റക്കെട്ടാണെങ്കിലും തങ്ങളുടെ നിലപാടുകൾ കൃത്യമായി പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി ഈ മത്സരത്തെ ഇടതുമുന്നണി ഉപയോഗിക്കുന്നുമുണ്ട്. അവർ പ്രധാനമായും CAA പോലെയുള്ള കാര്യങ്ങളിൽ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങളിൽ അത് സംബന്ധിച്ച മൗനം പാലിക്കുന്നതിനെക്കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ കൊടി കാണിക്കാൻ പാടില്ല തുടങ്ങിയ തരത്തിലേക്ക് കോൺഗ്രസ് മാറിയതിനെക്കുറിച്ച്, അങ്ങനെ BJPയുടെ B ടീമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ, ആ ഒരു രാഷ്ട്രീയം ഉയർത്തിക്കാട്ടാനുള്ള ഒരു അവസരമായി കൂടിയാണ് LDF ഇതിനെ കാണുന്നത്. റൈറ്റ്. ഒരു രാഷ്ട്രീയ മത്സരമാണ് ഇടതുമുന്നണി അവിടെ നടത്തുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. വിജയം ഒരുപക്ഷെ അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറച്ചെങ്കിലും കുറയ്ക്കാനായാൽ, 2019 പോലെ രാഹുലിൻ്റെ സ്വാധീനം മറ്റു മണ്ഡലങ്ങളിലേക്ക് പടരുന്നത് തടയാനായാൽ ഇടതിന് നേട്ടമാണെന്ന് പറയാം. അതിനപ്പുറത്തൊന്നും ഇടതുമുന്നണി പോലും വയനാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല.